പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് പുഡിങ്ങാണ്. 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കോൺഫ്ലോറിൻ്റെ പൗഡറാണ്. അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൊക്കോ പൗഡറാണ് വേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്തിട്ടുള്ളത് വാനില എസൻസ് ആണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഫ്ലെയിം ചെറുതാക്കി വെച്ച് ചെറിയ ചൂടിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. കൊക്കോ പൗഡറൊക്കെ ആ പാലിലൊന്ന് മിക്സ് ആവുന്നത് വരെ ചെറിയ ചൂടിൽ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഫ്ലെയിം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കട്ടായി പോവും. അതുകൊണ്ട് ചെറിയ ചൂടിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് സമയമാകുമ്പോഴേക്ക് കൊക്കോ പൗഡറൊക്കെ ആ പാലിൽ ഒന്ന് മിക്സായിട്ട് വരും. കോൺഫ്ലോറും കൊക്കോ പൗഡറും ഒക്കെ അതിൽ മിക്സായി പാല് നന്നായി മിക്സായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്തുകൊണ്ട് അത് ചേർക്കുമ്പോൾ മധുരം കൂടി പോകുന്നത് ശ്രദ്ധിക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കുക. അതൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് തിക്കാവുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നമുക്ക് അതിലേക്കുള്ള ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായി 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 8 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചൈന ഗ്രാസ് വെള്ളത്തിൽ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അത് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അതൊന്ന് മെൽറ്റായി വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ആ സമയം നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ മിക്സ് കട്ട കെട്ടാതെ ശ്രദ്ധിക്കണം. അതും നമ്മൾ ആ സമയം തന്നെ നല്ലോണം ഇളക്കി അതൊന്ന് ചെറിയ രീതിയിൽ തിക്കാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ചൈന ഗ്രാസ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറിയ രീതിയിൽ കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. കൂടുതൽ തിക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ചൈന ഗ്രാസ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് സെറ്റായി കിട്ടും. ഇനി നമ്മൾ പുഡിങ് സെറ്റാക്കുന്ന ഒരു പാത്രത്തിലോട്ട് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.